ജാതിയും മതവുമില്ലാത്ത, കള്ളനും പോലീസുമില്ലാത്ത, കോടതിയോ റെയിൽവേയോ പബ്ലിക് ട്രാൻസ്പോർട്ടോ ഇല്ലാത്ത, ലഹരി ഉപയോഗിക്കാത്ത, രാഷ്ട്രീയമോ ദേശാന്തരങ്ങളോ ഇല്ലാത്ത, വ്യത്യസ്ത ഭാഷകളും സംസ്കാരവും ഒത്തുചേരുന്ന ഒരു കൂട്ടം മനുഷ്യർ സമാധാനത്തോടെ കഴിയുന്ന ഭൂമിയിലെ ഒരു സ്വർഗമുണ്ട്. ഇന്ത്യയുടെ തെക്കേയറ്റത്ത് തമിഴ്നാട്ടിൽ വില്ലുപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആഗോള നഗരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഓറോവിൽ എന്ന നഗരത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ടൂറിസ്റ്റുകളെയും ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്നവരെയും ഒരേപോലെ ആകർഷിക്കുന്ന ഒരു സ്ഥലം. ചെന്നൈയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയാണ് വില്ലുപുരം ജില്ല. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ജില്ലയായ വില്ലുപുരം ആദ്യകാലങ്ങളിൽ വിഴുപ്പുറം എന്നും അറിയപ്പെട്ടിരുന്നു. പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനമായ പോണ്ടിച്ചേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ഈ വില്ലുപുരം. ഒരു വ്യക്തിയുടെ പദവിയോ അവരുടെ സാമ്പത്തിക സ്ഥിതിയോ ജാതിയോ മതമോ പരിഗണിക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരിടമാണ് ഓറോവിൽ. നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ കഴിയുന്നു. ആയിരത്തി 1968 മിറ അൽഫാസ എന്ന ഫ്രഞ്ച് വനിതയാണ് ഓറോവിൽ സ്ഥാപിച്ചത്. ഇന്ത്യൻ ദേശീയവാദിയും പണ്ഡിതനും കവിയും യോഗിയുമായിരുന്ന അരബിന്ദോയുടെ സഹകാരിയായിരുന്നു ദി മദർ എന്നറിയപ്പെടുന്ന മിറ അൽഫാസ. ലോകത്തിന് മനുഷ്യരുടെ ഐക്യത്തെ കാട്ടിക്കൊടുക്കുക എന്ന ഒരാശയം മുൻനിർത്തി ഒരു നഗരത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നതായിരുന്നു അൽഫാസ എന്ന മദറിൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് അവർ വില്ലുപുരം എന്ന ഗ്രാമത്തിലെത്തുന്നതും ഓറോവിൽ എന്ന സംരംഭം ആരംഭിക്കുന്നതും. 3930 ഏക്കർ സ്ഥലത്ത് വിശാലമായി പടർന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഓറോവിൽ. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. 1968 മദർ ഇവിടെ വരുന്ന സമയത്ത് ഈ പ്രദേശം ഒരു ആൽമരം മാത്രമുള്ള തരിശു ഭൂമിയായിരുന്നു. വെള്ളത്തിനും ആഹാരത്തിനും ഒരു സൗകര്യവുമില്ലാത്ത ഒരു പ്രദേശം. ആ തരിശു ഭൂമിയിൽ അന്ന് മദറിൻ്റെ സങ്കല്പത്തിലെ ഒരു നഗരം സൃഷ്ടിച്ചെടുക്കുന്നതിനായി ഏകദേശം 300ഓളം വിദേശികളെ മദർ ഇവിടേക്ക് എത്തിച്ചു. അന്ന് മദർ ലോകത്തോടായി ഒരു ആഹ്വാനം നടത്തി. പുരോഗമനം ആഗ്രഹിക്കുന്ന സത്യാന്വേഷികളായ എല്ലാവർക്കും ഇവിടേക്ക് സ്വാഗതം എന്നായിരുന്നു മിറ അൽഫാസ എന്ന മദറിൻ്റെ ആഹ്വാനം. 1968 ഫെബ്രുവരി 28 ഒത്തുകൂടാനായിരുന്നു ആഹ്വാനം ചെയ്തത്. അന്നൊരു ബുധനാഴ്ച ദിവസമായിരുന്നു. സ്വദേശികളും വിദേശികളുമടക്കം ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിൽ നിന്നും അന്ന് അവിടെ ഏകദേശം 5000ഓളം പേർ എത്തിച്ചേർന്നു. ആ ദിവസമായിരുന്നു ഓറോവിൽ എന്ന നഗരത്തിൻ്റെ ജനനം. ഒത്തുകൂടിയ എല്ലാവരും മദറിൻ്റെ ആഹ്വാനമനുസരിച്ച് ഒരു പിടി മണ്ണ് തങ്ങളുടെ നാട്ടിൽ നിന്ന് കയ്യിൽ സൂക്ഷിച്ചിരുന്നു. 124 രാജ്യങ്ങളിലെയും 23 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും മനുഷ്യർ സ്വരൂപിച്ച ആ മണ്ണ് മാർബിൾ കൊണ്ട് പൊതിഞ്ഞ ഒരു കലശത്തിൽ ഒരുമിച്ച് നിക്ഷേപിച്ചു. അതൊരു ചരിത്ര സംഭവമായിരുന്നു. അതുവരെ ലോകത്തെങ്ങും നടന്നിട്ടില്ലാത്ത പുതിയൊരാശയം ഈ ആംഫി തിയേറ്റർ എന്ന് ഇപ്പോൾ പേരിട്ടിരിക്കുന്ന ആ സ്ഥലത്ത് ജനിക്കുന്നു. നിങ്ങൾ ഇവിടെ ഒന്നാണ് എന്ന് അവിടെ കൂടിയവരുടെ ഒത്തൊരുമയെ സൂചിപ്പിക്കാനായി നടത്തിയതായിരുന്നു ആ സംരംഭം. മനുഷ്യരുടെ ഐക്യത്തിനും അന്താരാഷ്ട്ര ധാരണയ്ക്കും വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു പട്ടണത്തിൻ്റെ സൃഷ്ടിയെ അത് പ്രതീകപ്പെടുത്തുന്നു. ഇതോടെ ഓറോവില്ലിൻ്റെ യൂണിവേഴ്സൽ ടൗൺഷിപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. 1968 ആ തരിശുഭൂമി ഇന്ന് ലക്ഷക്കണക്കിന് വൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു വനഭൂമിയായി പച്ചപ്പ് വിരിച്ച് അങ്ങനെ നിൽക്കുകയാണ് ഓറോവില്ലിൽ. മനുഷ്യർ സൃഷ്ടിച്ചെടുത്ത ഹരിതാഭമായ ഒരു സ്വപ്നഭൂമി. ഇത്രയും പച്ചപ്പുള്ളതുകൊണ്ട് തന്നെ ഓറോവില്ലിന് ചുറ്റുമുള്ള മറ്റു ഗ്രാമങ്ങളിലുള്ളതിനേക്കാൾ 3 ഡിഗ്രിയോളം ചൂട് ഇവിടെ കുറവാണ് എന്നതും ശ്രദ്ധേയമാണ്. ഈ തരിശു ഭൂമിയിൽ മണ്ണൊരുക്കി മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ വർഷങ്ങളുടെ പ്രയത്നം വേണ്ടിവന്നു ഓറോവില്ലിലെ ജനതയ്ക്ക്. കിലോമീറ്ററുകളോളം മൺപാതകളും ഇടവഴികളുമുള്ള പച്ചപ്പിൻ്റെ പർദീസയായി ഓറോവിൽ അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. എന്താണ് ഓറോവില്ലിനെ മനോഹരമാക്കുന്ന മറ്റു കാഴ്ചകളെന്ന് നോക്കാം. ഇത്രയും വിശാലമായ ഈ നഗരത്തിൽ ജാതിയോ മതമോ ലിംഗവ്യത്യാസമോ രാഷ്ട്രീയമോ ഓരോ മതത്തിൻ്റെ പേരിലുള്ള ആരാധനാലയങ്ങളോ പോലീസ് സ്റ്റേഷനോ കോടതിയോ റെയിൽവേയോ പബ്ലിക് ട്രാൻസ്പോർട്ടോ ഇല്ല.
എന്നാൽ ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കലാകായിക സൗകര്യങ്ങൾ, വിനോദങ്ങൾ, മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവർ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുന്നു. അതിൽ വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും ഉന്നത ജോലികളിൽ നിന്ന് വിരമിച്ചവരും സ്ത്രീകളും ഉൾപ്പെടുന്നു. ആർക്കും പരാതികളില്ല. എന്നാൽ ഇവിടെ കഴിയണമെങ്കിൽ മദർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിബന്ധനയുണ്ട്. നിങ്ങൾ ആരായാലും, സമൂഹത്തിലെ ഏത് ഉന്നത രംഗത്തുള്ളവരായാലും ഓറോവില്ലിൽ കഴിയണമെങ്കിൽ സമൂഹത്തിന് നന്മ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏർപ്പെടണം. അതിനായി ചെയ്യേണ്ടത് ഓറോവില്ലിൽ ഏതെങ്കിലും ഒരു പണിയെടുക്കണം. ഓർഗാനിക് രീതി ഉൾപ്പെടെയുള്ള ലോകത്തുള്ള എല്ലാ ജൈവ കൃഷിരീതികൾ, ഓർഗാനിക് ഫാമുകൾ, ഡയറി ഫാമുകൾ, പാചകം, സ്റ്റിച്ചിങ്, ക്രാഫ്റ്റ് വർക്കുകൾ, ഗാർഡനിങ് തുടങ്ങി നിരവധി ഓപ്ഷനുകളുണ്ട്. എന്ത് ജോലി എന്നതല്ല, ഇഷ്ടമുള്ള ഒരു തൊഴിൽ തിരഞ്ഞെടുത്ത് അത് ചെയ്തുകൊണ്ട് ഓറോവില്ലിൽ താമസിക്കാം. അതിനൊരു പ്രതിഫലവും നൽകുന്നുണ്ട്. ചെയ്യുന്ന ജോലിയുടെ വലിപ്പച്ചെറുപ്പമനുസരിച്ചല്ല ഇവിടെ പ്രതിഫലം നൽകുന്നത്. ആരെന്ത് ജോലി ചെയ്താലും ഒരേ പ്രതിഫലമായിരിക്കും നൽകുക. എല്ലാവർക്കും തുല്യ പരിഗണനയാണ് അതിലൂടെ ലഭിക്കുന്നത്. ഓറോവില്ലിൽ ജനങ്ങൾക്കായി ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് നൽകുന്ന പ്രതിഫലത്തെ മെയിൻ്റനൻസ് തുക എന്നാണ് പറയുന്നത്. സ്ഥിര താമസമാക്കുന്നയാൾക്ക് ഓറോ കാർഡ് എന്ന പേരിൽ ഒരു കാർഡ് എടുക്കണം. എല്ലാ മാസവും തങ്ങൾ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾക്കുള്ള മെയിൻ്റനൻസ് തുക ഓറോ കാർഡ് എന്ന ഈ കാർഡിലാണ് ക്രെഡിറ്റ് ആവുന്നത്. കറൻസി ഇവിടെ ഉപയോഗിക്കുന്നില്ല. പണത്തിന് പകരമായി ഈ ഓറോ കാർഡാണ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ എല്ലാ വ്യാപാര വിനിമയങ്ങളും ഈ കാർഡ് ഉപയോഗിച്ച് നടത്താൻ കഴിയും. പല ഉന്നത വ്യക്തികളും ഇവിടെ ഈയൊരു കണ്ടീഷൻ പാലിച്ചുകൊണ്ട് തന്നെ പണിയെടുത്ത് സന്തോഷത്തോടെ താമസിക്കുന്നുമുണ്ട്. ഏകദേശം 60-ൽ കൂടുതൽ രാജ്യങ്ങളിൽ നിന്നായി 3000-ഓളം പേർ ഓറോവില്ലിൽ സ്ഥിരമായി താമസിക്കുന്നുണ്ട്. ഇവർക്കായി ഒഴിവുവേളകളിൽ സന്തോഷം കണ്ടെത്തുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങളും അതിലേക്കുള്ള സൗകര്യങ്ങളും ഓറോവില്ലിലുണ്ട്. ഓറോവില്ലിൽ 300-ലധികം സംരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ളവർ, വിദ്യാർത്ഥികളടക്കം കാർഷികം ഉൾപ്പെടെയുള്ള വിവിധ തൊഴിലുകളിൽ പരിശീലനം നേടാനും പഠനങ്ങൾക്കുമായി ഇവിടെ എത്തുന്നുമുണ്ട്. മാത്രമല്ല, ഓറോവില്ലിൻ്റെ സമീപ ഗ്രാമങ്ങളിൽ നിന്നുള്ള ഏകദേശം 3000-ലധികം തൊഴിലാളികളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പ്രകൃതി സൗഹാർദ്ദ വ്യവസായങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. നമുക്ക് പരിചിതമായ ജീവിത രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിതാനുഭവമാണ് ജനങ്ങളെ ഓറോവില്ലിനോട് അടുപ്പിക്കുന്നത്. നഗരങ്ങളിലെ ആഡംബരങ്ങളോ ആർഭാടങ്ങളോ ബഹളങ്ങളോ ഇവിടെയില്ല. ഭൗതിക ജീവിതത്തെ ആത്മീയ ജീവിതവുമായി ബന്ധിപ്പിക്കുന്ന തികച്ചും സമാധാനപരമായ ഒരു ഗ്രാമ ചൈതന്യത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു നഗരം. ഓറോവില്ലിൽ എത്തുന്ന ആരെയും ആകർഷിക്കുന്ന കാഴ്ചകളിൽ പ്രധാനമായത് ആ ഗ്രാമത്തെ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ശാന്തമായ അന്തരീക്ഷവും പൂന്തോട്ടങ്ങളും മരങ്ങളുമാണ്. പ്രകൃതിയുമായി അടുത്തിടപഴകാൻ ലഭിക്കുന്ന ഒരു അസുലഭ അനുഭവമായിരിക്കും ഓറോവില്ലിൽ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും. ഓറോവില്ല് എന്ന ടൗൺഷിപ്പിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. അത് മാതൃമന്ദിർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചിലരതിനെ മാതൃമന്ദിർ എന്നും പറയുന്നുണ്ട്. മാതാവിൻ്റെ ക്ഷേത്രം എന്നാണ് മാതൃമന്ദിറിൻ്റെ അർത്ഥം. ഒരു വാസ്തുവിസ്മയം തന്നെയാണ് മാതൃമന്ദിർ. 23.5 മീറ്റർ ഉയരത്തിൽ 1250 കോടി രൂപ ചെലവഴിച്ചാണ് മാതൃമന്ദിർ പണി കഴിപ്പിച്ചത്. മതചിന്തകളില്ലാതെ യോഗയും ആത്മീയ ധ്യാനവും ഇവിടെ നടക്കുന്നുണ്ട്. പുറം കാഴ്ചയിൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഗോളത്തിൻ്റെ ആകൃതിയിലാണ് മാതൃമന്ദിറിൻ്റെ നിർമ്മിതി. 1971 ഫെബ്രുവരി 21 ഈ സുവർണ മന്ദിരത്തിന് തറക്കല്ലിട്ടു. 2008 മെയ് മാസത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നത്. 37 വർഷങ്ങൾ വേണ്ടിവന്നു മാതൃമന്ദിർ പണിത് തീർക്കാൻ. 4 പ്രധാന തൂണുകളിലായിട്ടാണ് മാതൃമന്ദിർ പണിതിട്ടുള്ളത്. സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ സ്വർണ്ണവർണ്ണത്തിലുള്ള ഫലകങ്ങൾ കൊണ്ട് ഗോളാകൃതിയുള്ള മാതൃമന്ദിറിൻ്റെ പുറംഭാഗം പൊതിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഉൾഭാഗത്ത് ഇന്നർ ചേംബർ എന്നറിയപ്പെടുന്ന ഒരു ധ്യാനമുറി സ്ഥിതി ചെയ്യുന്നു. സന്ദർശകർക്ക് മനഃശാന്തി കൈവരിക്കുന്നതിനായി മാതൃമന്ദിറിനുള്ളിൽ നിശബ്ദമായ ഒരു അന്തരീക്ഷമാണ് എപ്പോഴും ഉണ്ടാവുക.
ഓറോവില്ലിൽ എത്തുന്നവർക്ക് മാതൃമന്ദിറിനുള്ളിൽ ഇന്നർ ചേംബർ എന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കാനുള്ള സൗകര്യവുമുണ്ട്. അതിനായി 3 ദിവസം മുമ്പ് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്ന് മാത്രം. മാതൃമന്ദിറിലെ ആംഫി തിയേറ്ററിൽ അഗ്നിധ്യാനത്തോടെയാണ് ഓറോവിൽ തങ്ങളുടെ ഓരോ ജന്മദിനവും ആഘോഷിക്കുന്നത്. ഇതിനടുത്തു തന്നെ സൗണ്ട് മ്യൂസിയം, പേപ്പർ ഫാക്ടറി, ബൊട്ടാണിക്കൽ ഗാർഡൻ, യൂത്ത് സെൻറ്റർ, ക്രാഫ്റ്റ് സെൻറ്റർ തുടങ്ങി ധാരാളം രസകരമായ പ്രവർത്തനങ്ങളും ഓറോവിൽ കാഴ്ചയുടെ അനുഭവങ്ങളാണ്. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് ഇവിടെ പ്രവേശന സമയം. ഓറോവിലിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നുള്ളവർക്ക് അവിടെ പ്രവർത്തിക്കുന്ന ഇൻഫർമേഷൻ സെൻറ്റർ സന്ദർശിക്കാവുന്നതുമാണ്. ഇവിടെ നിന്നാണ് മാതൃമന്ദിർ സന്ദർശിക്കാനുള്ള പാസ് നമുക്ക് ലഭിക്കുന്നത്. ഓറോവിൽ എന്ന വാക്ക് ഒറോറ എന്ന വാക്കിൽ നിന്നാണ് വന്നത്. ഒറോറ എന്ന വാക്കിൻ്റെ അർത്ഥം പുലരി അഥവാ പ്രഭാതം എന്നാണ്. ഓറോവിൽ എന്നാൽ ദ സിറ്റി ഓഫ് ഡോൺ അഥവാ പ്രഭാത നഗരം എന്നാണ്. ലോകത്തെല്ലായിടത്തുമുള്ള ആളുകൾക്ക് ഒരുമിച്ച് കഴിയാനും അവരുടെ ആത്മീയ പരീക്ഷണങ്ങൾ നടത്താനും സമൂഹത്തെ സേവിച്ചുകൊണ്ട് നന്മ ചെയ്യാനും പറ്റിയ ഒരിടമായിരിക്കണം അത് എന്ന മദറിൻ്റെ നിർബന്ധമായിരുന്നു ഈ നഗരസൃഷ്ടിയുടെ പിന്നിൽ. മദറിൻ്റെ ഈ ആശയങ്ങൾക്ക് ജീവൻ പകർന്നത് റോജർ ആങ്കർ എന്ന ഓറോവിൽ നഗരത്തിൻ്റെ വാസ്തുശില്പിയിലൂടെയാണ്. ആത്മീയ പരിഷ്കർത്താവായ ശ്രീ അരബിന്ദോയുടെ ദർശനം ഉൾക്കൊണ്ടായിരുന്നു മദറിൻ്റെ ഓരോ പ്രവർത്തനവും മുന്നോട്ട് പോയത്. ഓറോവില്ലിനെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു: സമാധാന പ്രദേശം, സിറ്റി സോൺ, ഗ്രീൻ ബെൽറ്റ് എന്നിങ്ങനെ. സിറ്റി സോണിനെ ഇൻഡസ്ട്രിയൽ സോൺ, കൾച്ചറൽ സോൺ, ഇൻ്റർനാഷണൽ സോൺ, റെസിഡൻഷ്യൽ സോൺ എന്നിങ്ങനെ 4ആയി വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. ഓരോന്നിൻ്റെയും പ്രവർത്തനങ്ങൾ അതിൻ്റെ ശരിയായ രീതിയിൽ അവിടെ നടക്കുന്നുമുണ്ട്. ഓറോവിൽ നഗരത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ അവിടെ കൂടിയ 124 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളോട് ഓറോവിലിനെക്കുറിച്ച് അന്ന് മദർ 4 കാര്യങ്ങൾ പറയുകയുണ്ടായി. ഓറോവിൽ എന്താണെന്നും എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടതെന്നും വ്യക്തമാക്കുന്ന ആ വാക്കുകൾ ഇങ്ങനെയാണ്: 1. ഓറോവിൽ ആരുടെയെങ്കിലും സ്വകാര്യ സ്വത്തല്ല. ലോകത്തിലെ സകല മനുഷ്യർക്കും ഓറോവിൽ ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ലോക മാനവികതയ്ക്ക് സമർപ്പിക്കപ്പെട്ട നഗരമാണ് ഓറോവിൽ. പക്ഷേ ഓറോവിൽ താമസിക്കണമെങ്കിൽ ലോക മനുഷ്യർക്ക് വേണ്ടി സേവനം ചെയ്യാൻ തൽപരരായിരിക്കണം. ശാശ്വതമായ വിജ്ഞാനത്തിൻ്റെയും സ്ഥായിയായ പുരോഗതിയുടെയും സനാതന യൗവനത്തിൻ്റെയും കേന്ദ്രമായിരിക്കും ഓറോവിൽ. ഭൂതകാലത്തിനും ഭാവിക്കുമിടയിലുള്ള പാലമായി ഓറോവിൽ വർത്തിക്കും. മാനവികതയെ സംബന്ധിച്ച ഭൗതികവും ആധ്യാത്മികവുമായ ഗവേഷണങ്ങളുടെ ഭൂമിയായിരിക്കും ഓറോവിൽ. ഇതായിരുന്നു ആ 4 കാര്യങ്ങൾ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നും നിലനിർത്തിക്കൊണ്ടു പോകാൻ ഓറോവില്ലിന് കഴിയുന്നുമുണ്ട്. 1973 മിറ അൽഫാസ എന്ന മദർ ഈ ലോകത്തോട് വിട പറഞ്ഞു. അരവിന്ദ ഘോഷ് അഥവാ ശ്രീ അരബിന്ദോ എന്ന ആചാര്യൻ്റെ പേരിലുള്ള ശ്രീ അരബിന്ദോ സൊസൈറ്റിയാണ് മദർ മരിക്കുന്നതുവരെ ഓറോവിൽ എന്ന നഗരത്തിൻ്റെ ഭരണം നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ മദറിൻ്റെ മരണശേഷം അരബിന്ദോ സൊസൈറ്റിയിലെ പ്രവർത്തകരും ഓറോവിലിൽ താമസിക്കുന്ന ജനങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. 1980 ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും പ്രശ്നങ്ങൾ കൂടിയപ്പോൾ ഓറോവില്ലിലെ ഒരു വിഭാഗം ജനങ്ങൾ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധിയോട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ദി ഓറോവിൽ എമർജൻസി പ്രൊവിഷൻസ് ആക്ട് 1980 എന്നൊരു നിയമം കൊണ്ടുവരികയും ഓറോവില്ലിൻ്റെ ഉടമസ്ഥത ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിനെതിരെ അരബിന്ദോ സൊസൈറ്റി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും കേസ് വിജയിച്ചില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. 1988 ഓറോവില്ലിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ദി ഓറോവിൽ ഫൗണ്ടേഷൻ ആക്ട് 1988 എന്ന പേരിൽ മറ്റൊരു നിയമം കൊണ്ടുവന്നു. അത് പാർലമെൻറ്റിൽ പാസാക്കി. ആ നിയമം മുൻനിർത്തിക്കൊണ്ട് ഓറോവിൽ ഫൗണ്ടേഷൻ രൂപീകരിച്ചു. ഈ ഓറോവിൽ ഫൗണ്ടേഷനാണ് ഓറോവില്ലിലെ കാര്യങ്ങൾ ഇപ്പോഴും നിയന്ത്രിക്കുന്നത്. ഓറോവില്ലിലെ പ്രവർത്തന ഫണ്ടിലേക്കായി കേന്ദ്ര സർക്കാരിൽ നിന്ന് ചെറിയൊരു സഹായവും ലഭിക്കുന്നുണ്ട്. ഇതൊരു ടൂറിസ്റ്റ് സ്ഥലം അല്ലെങ്കിൽ പോലും ഒത്തിരി ടൂറിസ്റ്റുകൾ ഓറോവില്ലിലെ വിസ്മയ കാഴ്ചകൾ കാണാനെത്തുന്നുണ്ട്.
വിദേശത്തു നിന്നെത്തുന്ന സഞ്ചാരികൾക്ക് പുറമെ പോണ്ടിച്ചേരി, ചെന്നൈ, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം സന്ദർശകർ ഓറോവില്ലിൽ എത്തുന്നുണ്ട്. ഗസ്റ്റ് ഹൗസുകൾ ബുക്ക് ചെയ്ത ആഴ്ചകളും മാസങ്ങളും ഇവിടെ താമസിക്കുന്നവരുമുണ്ട്. ഇവിടെ എത്തുന്നവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളും മറ്റു സൗകര്യങ്ങളും ഓറോവില്ലിലുണ്ട്. ഇവിടെ കൃഷി ചെയ്തെടുക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അധികവും ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ ആളുകൾ നിർമ്മിച്ച ഉന്നത നിലവാരമുള്ള വിവിധതരം വസ്തുക്കളുമുണ്ട്. അതൊക്കെ വാങ്ങണമെന്നുള്ളവർക്ക് അതിനുള്ള സൗകര്യവുമുണ്ട്. ഇത്തരത്തിൽ ഓറോവില്ലിലെ ജനങ്ങൾ നിർമ്മിക്കുന്ന പലതരത്തിലുള്ള വസ്തുക്കളിൽ നിന്നും ലഭിക്കുന്ന സമ്പാദ്യമാണ് ഓറോവില്ലിൻ്റെ സമ്പത്ത്. ലോകത്തെങ്ങുമില്ലാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയിൽ ഒരു നഗരം ജീവിക്കുന്നത് നേരിൽ കാണേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി ഓറോവിൽ പ്രസിദ്ധീകരിക്കുന്ന ന്യൂസ് ആൻഡ് നോട്ട്സ് എന്ന ഒരു ബുക്ക്ലെറ്റുമുണ്ട്. അതിൽ ഓറോവില്ലിലേക്ക് എത്തേണ്ട ബസ്സുകളുടെ സമയക്രമം, പ്രാർത്ഥനകളും അവയുടെ സമയക്രമവും, ഓറോവില്ലിൻ്റെ പ്രവർത്തന ശൈലികൾ എല്ലാം തന്നെ വിശദമായി പറയുന്നുണ്ട്. ഓറോവിൽ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് കമ്മ്യൂണിറ്റിയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ ന്യൂസ് ആൻഡ് നോട്ട്സിലൂടെ സാധിക്കും. ദക്ഷിണേന്ത്യ കാണാനെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടസ്ഥലമായ പോണ്ടിച്ചേരിയിലെ ഓറോവിൽ അമ്പരപ്പിക്കുന്ന അത്ഭുതം തന്നെയാണ്. ഈ കാഴ്ചകൾ കാണാനെത്തുന്നവരെ ഒട്ടും അപരിചിതത്വം തോന്നാതെ സ്വീകരിക്കുവാനുള്ള ഓറോവില്ലിൻ്റെ കഴിവ് മറ്റൊരു പ്രത്യേകത തന്നെയാണ്.